ഇന്ന് പ്രണയദിനം. പ്രണയം പറയാനും പങ്കുവെക്കാനുമുള്ള ദിവസം. പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പ്രണയം മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്കും പ്രണയത്തെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിക്കുന്നവർക്കും ആഘോഷിക്കാനുള്ളതാണ് ഈ ദിവസം. പ്രണയദിനത്തിൽ കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പ്രണയത്തിലായാലും ജീവിതത്തിലായാലും തുല്യ പങ്കാളിത്തം ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രണയം തകരുമ്പോഴോ തിരസ്കരിക്കപ്പെടുമ്പോഴോ ഒരാളെ കായികമായി നേരിടുന്നതും ഇല്ലാതാക്കുന്നതും നീതിയല്ല. അത്രമേൽ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അതേ ആളുടെ പ്രാണനെടുക്കാനോ അപകടത്തിൽപ്പെടുത്താനോ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഇങ്ങനെ അദ്ദേഹം ചോദിക്കുന്നു. നേരത്തെയും പറഞ്ഞതാണ്, ഇപ്പോഴും പ്രസക്തമെന്ന് തോന്നുന്നത് കൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വി.ഡി. സതീശൻ കുറിപ്പ് ആരംഭിക്കുന്നത്. ദുരഭിമാനക്കൊല എത്രയോ വട്ടം നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. അതുപോലെ തന്നെ പ്രണയം നിരസിച്ചതിന്റെ പേരിലുള്ള ആക്രമണം. അവിടെ എവിടെയെങ്കിലും പ്രണയമോ സ്നേഹമോ ഉണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതിന്റെ മറുവശമാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്നത്. പ്രണയിക്കാനും തിരസ്കരിക്കാനുമുള്ള അവകാശം അവന്റെയും അവളുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ്. പ്രണയം നിരസിക്കപ്പെടുന്നതും തിരസ്കൃതരാക്കപ്പെടുന്നതുമായിരിക്കും വേദനാജനകം. പക്ഷേ അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും മറ്റേയാൾക്കും ഉണ്ടെന്ന് തിരിച്ചറിയുക. പ്രണയം തകരുമ്പോഴോ തിരസ്കരിക്കപ്പെടുമ്പോഴോ ഒരാളെ കായികമായി നേരിടുന്നതും ഇല്ലാതാക്കുന്നതും നീതിയല്ല. അത്രമേൽ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അതയാളുടെ പ്രാണനെടുക്കാനോ അപകടത്തിൽപ്പെടുത്താനോ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് എന്ന് വി.ഡി. സതീശൻ ചോദിക്കുന്നു. ഒരാൾക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ അതൊരു സാമൂഹിക അപജയമാണ്. പ്രണയത്തിലായാലും ജീവിതത്തിലായാലും ആണിനും പെണ്ണിനും തുല്യ പങ്കാളിത്തമാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളത് തിരിച്ചറിയണം. ഞാൻ മാത്രമാണ് ശരിയെന്ന് കരുതരുത്. പ്രണയം സ്വത്തവകാശം പോലെയെന്ന് ധരിക്കുകയും ചെയ്യരുത്. ആരും ആരുടെയും സ്വകാര്യ സ്വത്തല്ല. പ്രണയങ്ങൾ ഊഷ്മളമാകണം. അവിടെ സ്നേഹവും സൗഹൃദവും ബഹുമാനവും ഉണ്ടാകണം. ശൂന്യതയുടെ നിമിഷങ്ങൾ ഉണ്ടാകരുത്. അത്തരം പ്രണയങ്ങളിൽ പകയും ക്രൗര്യവും ഉണ്ടാകില്ല. തിരസ്കരണങ്ങൾ ഉണ്ടാകാം. അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥ കരുത്തരെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ഏതു പ്രായത്തിലായാലും പ്രണയിക്കുന്നവരും പ്രണയിക്കാനിരിക്കുന്നവരും പ്രണയിച്ചു കഴിഞ്ഞവരും ഒന്നോർക്കുക, പ്രണയത്തിനും ഒരു രാഷ്ട്രീയമുണ്ട്. അത് തുല്യതയുടേതാണ്, പരസ്പര ബഹുമാനത്തിൻ്റെതാണ്. കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകാം. അത് പരസ്പരം അംഗീകരിക്കുകയും തിരുത്തുകയും ചെയ്യുന്നതും പ്രണയത്തിന്റെ രാഷ്ട്രീയമാണ്. അങ്ങനെ ഊഷ്മളമാകട്ടെ ഓരോ പ്രണയവും എന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രണയദിനത്തിൽ നൽകുന്ന സന്ദേശം. ഫെബ്രുവരി 7-ന് തുടങ്ങുന്ന റോസ് ഡേ മുതൽ കിസ് ഡേ വരെ നീണ്ടുകിടക്കുന്ന ഒരാഴ്ചത്തെ ആഘോഷങ്ങൾക്ക് ശേഷമാണ് വാലന്റൈൻസ് ഡേ. ത്യാഗത്തിന്റെ ചരിത്രം തന്നെയാണ് പ്രണയത്തിന് പറയാനുള്ളത്. പ്രണയത്തിനായി ജീവൻ പോലും ബലി നൽകേണ്ടി വന്ന വാലന്റൈൻ എന്ന കത്തോലിക്ക ബിഷപ്പിന്റെ കഥ. ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്ന ആളായിരുന്നു കത്തോലിക്ക സഭയുടെ ബിഷപ്പ്. വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്ന ചുറ്റുപാടുകൾ മാത്രമാണെന്നും യുദ്ധത്തിൽ ശ്രദ്ധിക്കുന്നില്ലെന്നും ചക്രവർത്തിക്ക് തോന്നി. അതിനാൽ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു. പക്ഷേ ബിഷപ്പ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കാൻ അവരുടെ വിവാഹം രഹസ്യമായി നടത്തി കൊടുക്കാൻ തുടങ്ങി. വിവരം അറിഞ്ഞ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിലടച്ചു. ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി സ്നേഹത്തിലായി. ബിഷപ്പിന്റെ സ്നേഹവും വിശ്വാസവും കാരണം ആ പെൺകുട്ടിക്ക് പിന്നീട് കാഴ്ചശക്തി ലഭിച്ചു. അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈന് തലവെട്ടാൻ വിധിച്ചു. തലവെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നൊരു കുറിപ്പ് എഴുതി നൽകി. അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈന്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി 14-ന് വാലന്റൈൻ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയതെന്നും ചരിത്രം പറയുന്നു. 14-ാം നൂറ്റാണ്ട് മുതലാണ് വാലന്റൈൻസ് ദിനം പ്രണയ ദിനമായി ആഘോഷിച്ചു തുടങ്ങിയത്. ഇന്നത്തെ ഇന്റർനെറ്റ് യുഗത്തിൽ ജീവിതം സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ അവിടെ അനുരാഗം പൂവിടുകയും അതിലധികം കൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്നത് നിത്യ കാഴ്ചയാണ്.